Hello guys, welcome back to the video. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 30,000 രൂപീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെൽ ഐക്കണൊക്കെ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണ്. സാംസങ് ഗാലക്സി S23 FE. സോ അത്യാവശ്യം ഒരു നല്ല പ്രീമിയം ലുക്കൊക്കെ തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6 ഇഞ്ചസിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡൈനാമിക് ആംലഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസർ എന്ന് പറയുന്നത് നമ്മുടെ എക്സിനോസിൻ്റെ 2200 എന്ന് പറയുന്ന പ്രോസറാണ്. സോ അത്യാവശ്യം നോർമൽ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ഹെവി ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ നോക്കണ്ട, ഞാൻ മിക്ക വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 12 MP പ്ലസ് 8 MP എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 10 MP സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് 24 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഔട്ട് ഓഫ് ദ ബോക്സ് 113 വരുന്നത്. 4500 mAh ബാറ്ററിയാണ്. 25 വാട്ട്സിന്റെ ചാർജിംഗ് ആണ്. പിന്നെ IP68 വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB RAM വരുന്നത് 34,999 രൂപീസിനാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്. OnePlus Nord 4. നിങ്ങൾക്കും അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു നല്ല പെർഫോമൻസും ക്യാമറ ക്വാളിറ്റിയും ബാറ്ററി ലൈഫും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.74 ഇഞ്ചസിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ 1100 nitsന്റെ ബ്രൈറ്റ്നസ് ആണ്. HDR10+ന്റെ ഒക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 7+ Gen 3 ആണ്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 MP ഒരു അൾട്രാ വൈഡും 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X+ UFS 4.0 കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB RAM വരുന്നത് 29,999 രൂപീസിനാണ് വരുന്നത്. സോ 30,000 രൂപീസിന് ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ, ഒരു OnePlusൻ്റെ ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു നല്ല പെർഫോമൻസും ക്യാമറ ക്വാളിറ്റിയൊക്കെ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്. മോട്ടോ H50 Pro. സോ നിങ്ങൾ ഈ ഒരു 35,000 രൂപീസിൽ ഒരിക്കലും പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിന്റെ 1.5K POLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ 144 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 2000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 7 Gen 3 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 13 MP പ്ലസ് 10 MP എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 50 MP സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ വ്ളോഗിങ്ങിനൊക്കെ വേണമെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 125 വാട്ട്സിന്റെ ചാർജിംഗ് ആണ്. 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. സോ വയർലെസ് ചാർജിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, IP68 വരുന്നത്. സോ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ ഡോൾബി അറ്റ്മോസ്, UFS 2.2 ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് പോരാ. സോ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും നല്ലൊരു പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോൺ 8+ 256GB RAM വരുന്നത് 27,999 രൂപീസിനാണ് വരുന്നത്. പിന്നെ 30,000 ഒരു നല്ല ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ Realme GT60 നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ്, നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. 120 Hz AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗന്റെ 7+ Gen 3 പ്രോസസർ, 50 MP OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറ, പിന്നെ ഒരു 8 MP ക്യാമറ, 32 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ഒക്കെ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിന്റെ സൂപ്പർ ബുക്ക് ചാർജിംഗ് ആണ്. സോ നോക്കിക്കഴിഞ്ഞാൽ ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്ന. ഇതിന്റെ 8+ 128GB RAM വരുന്നത് 30,999 രൂപീസിനാണ് വരുന്നത്. സോ 31,000 രൂപീസിന് നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ നിങ്ങളൊരു കിടിലം പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കോ F6 പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. 120 Hz AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗന്റെ 8+ Gen 3 പ്രോസസർ,
സോ അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസ് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 20 മെഗാ പിക്സിൻ്റെ സെൽഫി ക്യാമറയും ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററി വരുന്നത് 90 വാട്ട്സിൻ്റെ ടർബോ ചാർജിംഗ് ആണ്. UFS 4.0യും കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+256GB ROM വേരിയൻറ്റ് 29,200 rupeesനാണ് വരുന്നത്. സോ ഒരു ബെസ്റ്റ് പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോക്കോ F6 പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്. വിവോ T3 Ultra. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അത്യാവശ്യം നല്ല പെർഫോമൻസിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നോക്കാവുന്ന ഒരു ചോയ്സ് ആണ്. ഇതും നമ്മുടെ മോട്ടോ Edge 50 Proയും അവിടെ 144 Hz ആണ്, പക്ഷേ ഇവിടെ 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ 4500 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 9200 ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയും 50 മെഗാ പിക്സിൻ്റെ ആണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ വ്ളോഗിങ്ങിനൊക്കെ വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഒപ്റ്റിക്കൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, IP68 സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB ROM വേരിയന്റ് 31,999 rupeesനാണ് വരുന്നത്. പിന്നെ ബാങ്ക് ഓഫർ ഒക്കെ കൊടുത്തിട്ട് ഇതൊരു 28,500 rupeesനൊക്കെ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് കിട്ടുമെന്നോ എനിക്ക് അറിഞ്ഞൂടാ. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. നമ്മുടെ iQ Neo 9 Pro ഇറങ്ങിയിട്ട് കുറേ കാലമായി, എന്നാലും ഇപ്പോഴും പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ക്യാമറയും ഡിസ്പ്ലേയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K QHD+ AMOLED 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. 120 Hz അല്ല, 144 Hz. പിന്നെ ഇവിടെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2ഉം പിന്നെ നമ്മുടെ iQൻ്റെ Q1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് നമ്മുടെ ഒരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. സോ ഒരു കിടിലൻ പെർഫോമൻസ് കിട്ടും. ഈ ഒരു സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 എന്ന് പറയുന്ന പ്രോസസർ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ സാംസങ് ഗാലക്സി S23 ഇരിക്കുന്ന പ്രോസറാണ്. സോ അത്യാവശ്യം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാ പിക്സിൻ്റെ ഒരു അൾട്രാ വൈഡും 16 മെഗാ പിക്സിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5160 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X+ UFS 4.0 കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB ROM വേരിയന്റ് 33,999 rupeesനാണ് വരുന്നത്. സോ 34,000 rupeesന് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് 30,000 rupeesന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്ത ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഓളാക്കിയിടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.